പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പിക്സൽ ലാബ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ബാനർ, ഫ്ലക്സ് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഫ്ലക്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഫീറ്റ് അളവിലാണ് പറയാറ്. 3-4 അതുപോലെ 6-3 അങ്ങനെയൊക്കെ 2-1 രീതിയിലുള്ള ഫീറ്റ് അളവാണ് പറയാറ്. അപ്പം നമ്മൾ പിക്സൽ ലാബിലേക്ക് വരുന്ന സമയത്ത് പിക്സൽ ലാബിലുള്ള അളവ് പിക്സൽ സൈസിലാണ് പിക്സൽ ലാബിലെ അളവുകൾ നമ്മൾ ഉണ്ടാവുന്നത്. അപ്പം പിക്സൽ ലാബിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അളവുകളെ പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ചെയ്യാൻ. അപ്പോൾ അത് 1 ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് എന്ന് കൊടുക്കാൻ നമുക്കിവിടെ സാധിക്കില്ല. നമുക്കിവിടെ പിക്സൽ കണക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം 12 ഇഞ്ച് എന്ന് പറയുന്നത് 1 ഇഞ്ച് 96 പിക്സലാണ് വരിക. അപ്പം 12 ഇഞ്ച് വരുമ്പോൾ 96 ഇൻറ്റു 12 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പം ആ സമയത്ത് നമുക്കിപ്പം ഒരടിയാണെങ്കിൽ 12 ഇഞ്ചാണ് വരിക. അപ്പം 2 അടി എന്നൊക്കെ ആവുന്ന സമയത്ത് 24 ഇഞ്ച് വരും. അപ്പോൾ 24 ഇൻറ്റു 96 പിക്സൽ എത്രയാണോ ആ പിക്സലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം 24 ഇൻറ്റു 96 എന്ന് പറയുമ്പോൾ 2304 വരും. ആ ഒരു കണക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പിക്സൽ ലാബിൽ ബാനർ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇമേജ് സൈസിൽ വിഡ്ത്ത് ഞാൻ 4 അടിയാണ് കൊടുക്കുന്നത്. 4 അടി എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് ഇൻറ്റു 4 സമം എത്ര ഉണ്ടാവും? 48 ഇഞ്ച് ഉണ്ടാവും. ആ 48 ഇഞ്ചിനെ 96 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഉണ്ടാവും? ആ ഒരു കണക്കാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 48 ഇഞ്ചിന് 96 കൊണ്ട് കൊടുക്കുമ്പം 4608 ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് 4-2 നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 2 അടിയാണ്. 2 അടി എന്ന് പറയുമ്പം 2304 ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പിക്സലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അളവുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്യാൻവാസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് കളറിൽ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഗ്രേഡിയൻ്റ് ഒരു കാപ്പി കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ കൊണ്ടുവരാം. ഒരു LED ബൾബിൻ്റെ ചെയിനാണ്. നമുക്ക് ക്രോമിലൊക്കെ സെർച്ച് ചെയ്താൽ LED ബൾബ് ചെയിൻ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ബൾബ് ചെയിൻ PNG എന്നൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ക്രമീകരിച്ച് വെക്കുന്നുണ്ട്. അതൊന്നും കൂടി സെലക്ട് ചെയ്തിട്ട് കോപ്പി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോപ്പിൽ പോയിട്ട് ഇത് റിഫ്ലക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെയും വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് രണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് MLU ഫോണ്ടാണ്. തൽക്കാലം ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫോണ്ടുകൾ ഉപയോഗിക്കാം. അതിനെ ഞാൻ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഇനി നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി എടുക്കുക.
അതിന് നമ്മൾ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത ഫോണ്ട് TA കൈരളി എന്ന ഫോണ്ടാണ്. ഈ ഫോണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പോസ്റ്ററിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റുകളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ്. ഇതിന് നല്ലൊരു ഫോണ്ട് കളറ് കൊടുക്കണം. ഞാനിവിടെ ഗ്രേഡിയൻ്റ് കളറാണ് കൊടുക്കുന്നത്. യെല്ലോ കളറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഒരു വൈറ്റ് ഷെയ്ഡും സൈഡിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിങ്ങനെയല്ല വേണ്ടത്, തിരിച്ചിങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വലുതാക്കി കൊടുക്കുക. ഒരു ബാനർ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വലുപ്പമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ ഫോണ്ടുകളൊക്കെ അലൈൻ ചെയ്ത് ഇതൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള എലമെൻറ്റുകൾ ആഡ് ചെയ്യാം. ഇപ്പം ഞാനൊരു ബ്ലറായിട്ടുള്ള ഒരു ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലീഫിൻ്റെ. അത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ കാണുന്ന പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതൊരു കോപ്പിയും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ക്രിയേറ്റീവായ രൂപത്തിലൊക്കെ പല രൂപത്തിലും ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ പലതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എത്ര ടെക്സ്റ്റേ കൊടുക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇത് ഒന്ന് സൂം ചെയ്തിട്ട് ഇതിന് നല്ലൊരു കളർ കൊടുക്കുക. ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ബാക്കിലോട്ടാക്കുക. എന്നിട്ട് വീണ്ടും അത് കോപ്പി എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെയും ബാക്കിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും വളരെ നല്ലൊരു ഗ്രേഡിയൻ്റ്, വളരെ മോഡലായിട്ടൊരു ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു രൂപം ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാനർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഇതിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഇത് നമ്മളിങ്ങനെ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ പല ഇതും കാണാം. പക്ഷേ ഇവിടെ കസ്റ്റം തന്നെയാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്. കാരണം അത് നമുക്ക് അതേ സൈസിൽ പ്രിൻ്റ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ അത്ര ക്വാളിറ്റിയിൽ നമുക്ക് ഇമേജ് ലഭിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ കസ്റ്റം എന്നുള്ളത് തന്നെ സെലക്ട് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ JPG തന്നെ ഈ സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ചെയ്ത് നമ്മുടെ